നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജൈവ വൈവിധ്യം എന്ന മേഖലയാണ്. ഏകകോശ ജീവികൾ, സസ്യങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങി ജീവനുള്ള സകലതും ഉൾപ്പെടുന്നതാണ് ജീവജാലങ്ങൾ. നിലം പറ്റി വളരുന്ന കുഞ്ഞു ചെടികൾ മുതൽ മാനം മുട്ടെ വളരുന്ന വൻമരങ്ങൾ വരെയും, വെറും കണ്ണുകൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മജീവികൾ തൊട്ട് കണ്ണു നിറയെ കാണാവുന്ന വമ്പൻ ജന്തുക്കൾ വരെയും നിറഞ്ഞ മഹാത്ഭുതമാണ് നമ്മുടെ പ്രപഞ്ചം. ഈ ജീവജാലങ്ങളുടെ എല്ലാം ആകത്തുകയാണ് ലോകത്തിൻ്റെ ജൈവ വൈവിധ്യം. കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ജീവജാതികളും ഓർഗാനിസം, അവ ഉൾക്കൊള്ളുന്ന ജനിതക ഘടകങ്ങളും ജനസ്, അവ വസിക്കുന്ന ആവാസ വ്യവസ്ഥയും എക്കോസിസ്റ്റം ചേരുന്നതിനെയാണ് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത്. കോടാനുകോടി വർഷത്തെ പരിണാമ പ്രക്രിയയുടെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ജൈവ വൈവിധ്യം ആയി രൂപപ്പെട്ടത്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന വാക്ക് ലോപിച്ചാണ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായത്. അതിൽ ബയോ എന്നാൽ ജീവനെന്നും ഡൈവേഴ്സിറ്റി എന്നാൽ വൈവിധ്യമെന്നുമാണ് അർത്ഥം. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇഒ വിൽസൺ എന്ന ശാസ്ത്രജ്ഞനാണ്. 1988 ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. നിരവധി കണ്ണികൾ ചേർന്ന് വലിയൊരു വലയിലാണ് നമ്മുടെയൊക്കെ ജീവിതം. ചെടികൾ, മനുഷ്യനടക്കമുള്ള ജന്തുക്കൾ, പക്ഷികൾ തുടങ്ങി വ്യത്യസ്ത ജീവജാലങ്ങൾ ഈ വലയ്ക്കുള്ളിൽ പരസ്പരം സഹകരിച്ചും മത്സരിച്ചും മറ്റ് ചിലതിനെ ഭക്ഷണമാക്കിയും കഴിഞ്ഞു വരുന്നു. ഇങ്ങനെ ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ അന്യോന്യം സഹകരിച്ചു കഴിയുന്ന ജീവജാലങ്ങളും അവയ്ക്ക് വേണ്ടതൊക്കെ നൽകുന്ന പ്രകൃതിയുമുണ്ട്. കാലാവസ്ഥ, ജലം, മണ്ണ്, വായു, മഴ എന്നിവ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. വനങ്ങൾ, മരുഭൂമി, കടൽ എന്നിങ്ങനെ വലിയ ആവാസ വ്യവസ്ഥകളും കുളം, മൈതാനം എന്നിങ്ങനെ ചെറിയ ആവാസ വ്യവസ്ഥകളുമുണ്ട്. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികൾ സുഖിച്ചു കഴിയുന്ന ചെറിയ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കൈവിരൽ. പ്രകൃതിയിലുള്ളതും മനുഷ്യൻ നിർമ്മിച്ചതുമായ രണ്ടിനം ആവാസ വ്യവസ്ഥകളുണ്ട്. വനങ്ങൾ, പുഴ, കടൽ എന്നിവയൊക്കെ പ്രകൃതിയിലുള്ളതും മൃഗശാലകൾ, അക്വേറിയം മുതലായവ മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥകൾക്കും ഉദാഹരണമാണ്. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, ഗിരിവനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ആർദ്ര ഗിരിവനങ്ങൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, ചോലക്കാടുകൾ, ചന്ദനത്തോപ്പുകൾ, കണ്ടൽക്കാടുകൾ, വൃക്ഷവിളത്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പുറമെ നദികൾ, അരുവികൾ, തീരങ്ങൾ തുടങ്ങിയവയും കേരളത്തിലെ സമ്പന്നമായ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ്. ജീവികൾ പരസ്പരവും അവയുടെ ചുറ്റുപാടുകളുമായി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം, എക്കോളജി. ഏണസ്റ്റ് ഹെക്കൻ ആണ് ഇക്കോളജി എന്ന പദം ആദ്യമായി നിർവചിച്ചത്. ഭൂമിയിലെ ജൈവവൈവിധ്യം പ്രധാനമായും 3 തരത്തിലുണ്ട്. ആവാസ വ്യവസ്ഥ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ജീവജാതി വൈവിധ്യം, സ്പൈസിസ് ഡൈവേഴ്സിറ്റി, ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നിവയാണവ. ഇവ ഓരോന്നും നേരിട്ടും അല്ലാതെയും നൽകുന്ന സേവനങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത്. ഓരോ പ്രദേശത്തും കാണുന്ന കാടും കാവും കായലും പുഴയും ചതുപ്പ് നിലവും കണ്ടൽക്കാടുകളുമൊക്കെ ഓരോ ആവാസ വ്യവസ്ഥയാണ്. ഒരിടത്തെ ജീവജാലങ്ങൾ അവയുടെ ഇനം തുടങ്ങിയവയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ ആവാസ വ്യവസ്ഥയും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കും. ഇവ ഓരോന്നിലും കാലാവസ്ഥ, മണ്ണിൻ്റെ സ്വഭാവം തുടങ്ങിയവയും വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാമാണ് ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ആവാസ വ്യവസ്ഥയിലും കണ്ടുവരുന്ന ജീവജാതികളിലെ വൈവിധ്യമാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവികളുടെ ഇനം, ജീവികളുടെ വർഗം, ജീവികളുടെ എണ്ണം തുടങ്ങിയവയിലെ
വൈവിധ്യമാണ് ഇതിൽ കണക്കിലെടുക്കുന്നത്. ജീവജാതി വൈവിധ്യത്താൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ അളവുകോലായി അവിടുത്തെ ജീവജാതിയിലെ വൈവിധ്യത്തെ കണക്കാക്കാറുണ്ട്. ഒരേ ജാതിയിൽ തന്നെ പലയിനം ജീവികളുണ്ടാകും. ഇവ ഓരോന്നിലും ജനിതക ഘടന വ്യത്യസ്തമായിരിക്കും. അവയിലെ ജീനുകളുടെ എണ്ണവും ധർമ്മവുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വൈവിധ്യമാണ് ജനിതക വൈവിധ്യം. മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ജനിതക വൈവിധ്യം വേർതിരിച്ചറിയാനാകും. ഈ 3 തരം വൈവിധ്യങ്ങളുടെ ആകത്തുകയാണ് ജൈവ വൈവിധ്യം. കരയിലും കടലിലുമൊക്കെയുള്ള സസ്യജന്തുജാലങ്ങളിലും സൂക്ഷ്മജീവികളിലുമൊക്കെ ഈ വൈവിധ്യം പ്രകടമാണ്. ഏറ്റവുമധികം ജൈവ വൈവിധ്യം പ്രകടമാകുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഒരു ചെറിയ കഷ്ണം കടലാസിൽ ഒരു പിടി മണ്ണിൽ എന്നുവേണ്ട സകലതിലും ലക്ഷക്കണക്കിന് ജീവികളാണ് താമസമാക്കിയിരിക്കുന്നത്. മൈക്രോ ലാബുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ആൽഗകൾ, പ്രോട്ടോസോവ തുടങ്ങിയവയാണ് ഇക്കൂട്ടരിലെ പ്രധാനികൾ. ഏകകോശ ജീവികളെന്നറിയപ്പെടുന്ന ഇവയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ജീവികൾ. ഭൂമിയിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട ജീവാണുക്കളിൽ ബാക്ടീരിയവും ഉൾപ്പെട്ടിരുന്നു. അതായത് ഏതാണ്ട് 380 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുണ്ടായി. വെറും കണ്ണുകൊണ്ട് കാണാനാവാത്ത മൈക്രോബുകൾ മണ്ണിൽ, വെള്ളത്തിൽ, വായുവിൽ, ജീവികളുടെ ശരീരത്തിനുള്ളിൽ എന്നു തുടങ്ങി എവിടെയും ജീവിക്കും. ലോകത്തിലുള്ള കോടാനുകോടി സൂക്ഷ്മജീവികളിൽ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് പേരിട്ടുള്ളവ വെറും 1% വരൂ. അതായത് ഇവയിലെ ജൈവവൈവിധ്യം നാം ഇനിയും കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം. രൂപത്തിൽ ചെറുതെങ്കിലും നാം ജീവിക്കുന്ന ലോകത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന കൂട്ടരാണ് സൂക്ഷ്മജീവികൾ. ജൈവവസ്തുക്കളെ ചീയിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്നതും മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമെല്ലാം സൂക്ഷ്മജീവികളാണ്. പയറുവർഗ ചെടികളുടെ വേരിലുള്ള സൂക്ഷ്മാണുക്കൾ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ സ്വീകരിച്ച് മണ്ണിൽ ഉറപ്പിക്കുന്നു. മനുഷ്യനടക്കമുള്ള ജന്തുക്കളുടെ ശരീരത്തിനുള്ളിൽ കഴിയുന്ന ബാക്ടീരിയകൾ ദഹനത്തെ വലിയ തോതിൽ സഹായിക്കുന്നു. നമ്മുടെ പ്രാണവായുവായ ഓക്സിജനിൽ ഏറിയ പങ്കും സംഭാവന ചെയ്യുന്നത് പോലും സൂക്ഷ്മജീവികളാണ്. ഓരോ വർഷവും മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമായി നാം ആചരിക്കുന്നു. ഇത് ജൈവ വൈവിധ്യം എന്ന മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷയത്തെപ്പറ്റിയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.